2ാം ക്ലാസ്സിലെ അഖീദയുടെ ഇന്നത്തെ പരീക്ഷൻ്റെ ആൻസർ കീ ആണ്, ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി അടയാളപ്പെടുത്താനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മലക്കാണ്, റസൂലാണ്. ഇതാണ് ശരി, റസൂലാണ്. അടുത്തത്, ചില പ്രത്യേക കാര്യങ്ങളിൽ വിശ്വസിച്ചവർക്കാണ് പറയുന്നത് മുസ്ലിങ്ങൾ, മുഅ്മിനുകൾ. ഇതാണ് ശരി, മുഅ്മിനുകൾ. അടുത്തത്, തീറ്റയും കുടിയുമില്ല മുർസലുകൾക്ക്, മലക്കുകൾക്ക്. ഇതാണ് ശരി. എല്ലാ കഴിവുകളും നൽകുന്നത് അള്ളാഹുവാണ്, മലക്കാണ്, അള്ളാഹുവാണ്. ഇതാണ് ശരി. ഭക്ഷണം കഴിച്ചാൽ പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാ. ഇതാണ് ശരി. ജീവികളിൽ ഉത്കൃഷ്ടരാണ് മൃഗങ്ങൾ, മനുഷ്യരാണ് ശരി. അടുത്തത്, കിതാബുകളെ പേരെഴുതാൻ. 2 കിതാബിൻ്റെ പേരെഴുതാം. അത് ഏതെങ്കിലും കിതാബിൻ്റെ പേരെഴുതിയാൽ മതി. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ, ഏതെങ്കിലും 2 കിതാബിൻ്റെ പേരെഴുതാം. അടുത്ത, നബിമാരുടെ വിശേഷണങ്ങൾ. എന്താണ്? അവർ തെറ്റും ചെയ്യില്ല, അവർ സത്യം മാത്രമേ പറയൂ, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതെല്ലാം അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് നമ്മൾ നല്ല ബുദ്ധിശക്തി ഉള്ളവരാണ്, പരമവിശ്വസ്തരാണ് പഠിച്ചിട്ടുണ്ടല്ലോ. അതിന് 2 എഴുതിയാൽ മതി. പിന്നെ കിതാബുകൾ ലഭിച്ച നബിമാർ മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസാ അലൈഹിസ്സലാം. അങ്ങനെ ഏത് നബിൻ്റെ പേര് നമ്മൾ അവിടെ ആ പാഠത്തിൽ പഠിച്ച ഏത് നബിൻ്റെ പേര് എഴുതിയാലും ഉത്തരം ശരിയാണ്. അടുത്ത് പൂർത്തിയാക്കാം. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ ഡാഷ് നബി, അല്ലേ? നബി. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 63 വയസ്സായപ്പോൾ എന്തായി? വഫാത്തായി. അടുത്തത്, ഈ ലോകം നശിക്കുന്ന നാളിന് പറയും. എന്താണ് പറയാ? ഖിയാമത്ത് നാൾ. ഇതിങ്ങനെ തന്നെ എഴുതിയാലേ കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കുറയും. അടുത്ത്, നല്ലതും ചീത്തയുമായ എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വിധി ഡാഷ് അനുസരിച്ചാണ്. അടുത്ത ഉത്തരം എഴുതാം. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം എന്തുകൂടി പറയണം? ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എഴുതുമ്പോൾ ഈ നൂനും ഷാവും മുട്ടിച്ചാൽ മാർക്ക് കുറയും. അത് ഇൻഷാ അള്ളാഹ്. അടുത്തത്, അള്ളാഹു നരകത്തിലിടും ആരെയാണ്? ദുർജനങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ദുർജനങ്ങളെ. അടുത്തത്, ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് 2ാമത് സൂറിൽ ഊതുമ്പോൾ എന്താണ് ഉണ്ടാവുക? മരിച്ചവരെല്ലാം ജീവിച്ചു എഴുന്നേൽക്കും. അതങ്ങനെ തന്നെ ഉത്തരം എഴുതണം. മരിച്ചവരെല്ലാം ജീവിച്ചു എഴുന്നേൽക്കും, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അടുത്ത, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശം ഏതാണ്? വളരെ സിമ്പിൾ ചോദ്യം. ഏതാണ്? ഹാഷിം. അടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ് എഴുതാനാണ്. മാതാവ് വഫാത്തായപ്പോൾ നബിന്റെ വയസ്സ് എത്രയാണ്? 6. അടുത്ത്, മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ നബിന്റെ വയസ്സ് എത്രയാണ്? 53. അപ്പോൾ പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ല എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു.